കോഴിക്കോട് താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 5 പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിൽ താമരശ്ശേരി മൃഗാശുപത്രിക്ക് സമീപം അർദ്ധരാത്രിയായിരുന്നു അപകടം. താമരശ്ശേരി ചുരം 2ാം വളവിന് താഴെ തടി ലോറിയും മറിഞ്ഞു. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എന്താണ് ഇപ്പോഴത്തെ അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? താമരശ്ശേരിയിൽ നിന്ന് 2 അപകടത്തിന്റെ വാർത്തകളാണ്. ഒന്ന് പറഞ്ഞതുപോലെ തന്നെ കാറ് മതിലിൽ ഇടിച്ചു കയറി 5 പേർക്ക് പരിക്കേറ്റതും ഒപ്പം തടി ലോറി താമരശ്ശേരി ചുരത്തിൽ മറിഞ്ഞതുമാണ്. കാറ് മതിലിൽ ഇടിച്ച അപകടമുണ്ടായത് അർദ്ധരാത്രിയിലാണ്. സംസ്ഥാന പാതയിൽ താമരശ്ശേരി മൃഗാശുപത്രിക്ക് സമീപമാണ് ഈ അപകടം സംഭവിച്ചത്. കോടഞ്ചേരി തെയ്യപ്പാറ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കാറ് നടപ്പാതയുടെ സ്ലാബ് തകർത്തതിന് ശേഷമാണ് മതിലിലേക്ക് ഇടിച്ചു നിന്നത്. 5 പേരിൽ ഒരാൾക്കാണ് കൂടുതൽ പരിക്ക്. ബേസിലിനെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ബാക്കിയുള്ള 4 പേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ അടുത്ത അപകടം താമരശ്ശേരി ചുരത്തിൽ 2ാം വളവിന് താഴെയാണ്. പുലർച്ചെ 3:30യോടെയാണ് ഈ അപകടം സംഭവിച്ചത്. ചുരം ഇറങ്ങി വരുന്ന ലോറിയാണ്. വയനാട്ടിൽ നിന്ന് മരം കയറ്റി ചുരം ഇറങ്ങി വരുന്ന ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇവിടെ മറിയുകയാണ് ഉണ്ടായിരുന്നത്. ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. തടി റോഡിലേക്ക് മറിഞ്ഞതുകൊണ്ട് തന്നെ വൺ വേ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് പൂർണ്ണമായും നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചു വരികയാണ്. അങ്ങനെ 2 അപകടങ്ങളാണ് താമരശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ളത്, പുലർച്ചെയും അർദ്ധരാത്രിയുമായി.